രാത്രി നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ തഴുത്തല വഴി പോയപ്പോഴത്തേക്ക് ഇവിടെ ഉത്സവം നടക്കുവാണ്. അപ്പോൾ നിറയെ കച്ചവടക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് രാത്രി ആയപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഇറങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ പോകുകയും തഴുത്തല എത്തുന്നതിന് മുമ്പേ നല്ല ബ്ലോക്ക് ആയിരുന്നു. നമ്മൾ ബ്ലോക്ക് പ്രതീക്ഷിച്ചെങ്കിലും ഇത്രയും ബ്ലോക്ക് പ്രതീക്ഷിച്ചില്ല. പിന്നെ നമ്മൾ എവിടേക്കോ വണ്ടി ഒതുക്കി വെച്ചത് കാരണം വണ്ടി ഒതുക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ദൂരം നടന്ന് നമ്മൾ പോയി, നടക്കാനൊന്നും അത്രയും സ്ഥലമില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ കാണാൻ നല്ല രസമാണ് രാത്രി. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം നടന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു സംഭവം കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അത് വാങ്ങാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേക്ക് ഇക്കുവിൻ്റെ പരിചയത്തിലുള്ളൊരു ചേച്ചിയും അവരുടെ മക്കളുമായിട്ട് ഇവിടെ വന്നായിരുന്നു. അങ്ങനെ കുറേ നേരം സംസാരിച്ച് നിന്നിട്ട് നമ്മൾ ഈ ഒരു സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടി നിന്നു. ഞാൻ കുറേ റീൽസ് കണ്ടിട്ടുണ്ട്, അതൊക്കെ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളും വാങ്ങി. 100 രൂപയാണ്ടേ വരുന്നുള്ളൂ. ഇതിൻ്റെ പേര് വാഫൽസെന്നോ അങ്ങനെ എന്തോ ആണ്, കറക്റ്റ് എനിക്ക് അറിയത്തില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നെപ്പോലെ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇപ്പം ഞാനിത് നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ചതൊന്നാണ്. തുടക്കം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇക്കു കഴിച്ചപ്പോൾ ഇക്കുവിന് ഓക്കെ ആയിരുന്നു. അതായത് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കു സേമിയ പായസം വാങ്ങാൻ പോയി. എനിക്കാണെങ്കിൽ സേമിയ പായസം ഇഷ്ടമല്ല, പക്ഷേ ഇക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇക്കു അത് വാങ്ങി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു ചനമസാല കടയിൽ കയറി. അങ്ങനെ അതും പാഴ്സൽ പറഞ്ഞിട്ട് നേരെ പാനിപ്പൂരി കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സാധനവും എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള സാധനങ്ങളാണ്. ഞാൻ ഇന്ന് മൊത്തം കഴിച്ചതും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. പക്ഷെ അതും കൊള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ട് പാഴ്സൽ വാങ്ങി നേരെ അവിടെ അടുത്തൊരു ഫാൻസി കട ഉണ്ടായിരുന്നു. ഈ ഒരു പൂവിൻ്റെ ക്ലിപ്പ് ഞാൻ ഉദ്ദേശിച്ച കളർ ഇല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ തിരിച്ചിറങ്ങി ഒന്നും വാങ്ങിയില്ല. എന്നിട്ട് നമ്മൾ അടുത്തുള്ളൊരു ഉപ്പിലിട്ട കടയിൽ കയറി പേരയ്ക്ക് ഉപ്പിലിട്ടിരിക്കുന്നുണ്ട്, അത് വാങ്ങിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിച്ചത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത് തന്നെ ഉള്ള ഒരു കോളിഫ്ലവർ കടയിൽ കയറി, അതായത് കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന ഒരു കടയിലും കയറി അതും കഴിച്ചു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി പോയെന്ന് തോന്നും, അത് സ്വാഭാവികം. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.